10,001 mAh ബാറ്ററി ഉള്ള ഒരു ഫോണാണ് ഈ സ്യൂട്ട് കേസിനകത്തിരിക്കുന്നത്. നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതിനെക്കുറിച്ച് പല വീഡിയോകളും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വരുന്നത്. സോ അപ്പോൾ ഇതാണ് ആ സ്യൂട്ട് കേസ്. ഇതിനകത്തിരിക്കുന്ന ഫോണിന്റെ പേരാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്, റിയൽമി P4 പവർ. ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ തന്നെ ഒരു കാർഡാണ് ഇരിക്കുന്നത്. ദ റോഡ് ഓഫ് ബാറ്ററി ടെക് പിയോണിയർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 10,001 mAhന്റെ ഫോണാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതിന്റെ തൊട്ടുപുറത്ത് ഒരു 10,000 mAhന്റെ കൂടി ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫോൺ വരുന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് കൂടാതെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്, നല്ല ഡീസന്റ് ക്വാളിറ്റി. അതിലും ബാറ്ററി 10,001 mAh കാര്യങ്ങളൊക്കെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അതാ റിയൽമി ബഡ്സ് ക്ലിപ്പ്. ഇത് ഒരു വെറൈറ്റി ഇയർബഡ് ആണ് കേട്ടോ. കാരണം ഞാൻ ഇത് പല ഇയർബഡുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് നോക്കി നമ്മളത് മാറ്റി വെക്കാറാണ് പതിവ്. പക്ഷേ ഇത് ടെസ്റ്റ് മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്നുമുണ്ട്. കാരണം എനിക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് തോന്നി. ഇന്ന് രാവിലെയും കൂടി അത് വെച്ച് ഞാൻ പുറത്ത് പോയിട്ട് വന്നേ ഉള്ളൂ. സംഭവം നൈസാണ് പറയാം. പിന്നെ കൂടാതെ റിയൽമി P4 പവറിന്റെ ബോക്സ് ഇരിക്കുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ഈ സ്യൂട്ട് കേസ് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ബോക്സും പെട്ടെന്ന് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ അതിനകത്ത് എല്ലാം പതിവ് ഐറ്റംസ് ആണ്. സോ ഞാൻ അൺബോക്സിംഗ് ഒന്നും കാണിക്കുന്നില്ല. ചാർജർ, ചാർജിങ് കേബിൾ, സിം ടൂള്, പിന്നെ ഫോൺ, ഡോക്യുമെന്റ്സ്, കേസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി കേസ് ആണ് കേട്ടോ. അതൊരു ഫോണിലേക്ക് വരാം. അപ്പൊ ഇതാണ് റിയൽമി P4 പവർ എന്ന് പറയുന്ന ഫോൺ. ഒരു സാധാരണ ഫോണിന്റെ വെയിറ്റും തിക്നെസ്സും ഒക്കെ തന്നെയേ ഉള്ളൂ. 9.8 mm ആണ് ഇതിന്റെ, 9.08 mm ആണ് ഇതിന്റെ തിക്നെസ്. അതൊരു അത്യാവശ്യം തിക്നെസ് ആണ് ഒരു ഫോണിനെ സംബന്ധിച്ച്. ഭയങ്കര സ്ലിം ഫോൺ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 10,001 mAh ബാറ്ററി ഉള്ള ഫോൺ നോക്കിയാൽ അതിൽ ഇന്ത്യയിൽ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയ ഫോൺ ഇത് തന്നെയാണ്. 219 gram ആണ് വെയിറ്റ്. ഡിസൈൻ നിങ്ങൾക്ക് കാണാം. താഴെ സ്പീക്കർ ഗില്, ടൈപ്പ് സി പോർട്ട്, നാനോ സിം സ്ലോട്ട്, മെയിൻ മൈക്രോഫോൺ, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ നോയ്സ് സെൻസിറ്റീവ് മൈക്രോഫോൺ, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല, ക്ലീൻ ആണ്. ഫ്രണ്ടിൽ ക്വാഡ് കർവ്ഡ്, രണ്ട് സൈഡും നല്ല രീതിക്ക് കർവ്, ടോപ്പും ബോട്ടും ഒരു ലേശം കർവ്, അങ്ങനെയുള്ളൊരു ഒരു കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 3 കളറിൽ വരുന്നുണ്ട്, ട്രാൻസ് സിൽവർ, ഓറഞ്ച്, അതേപോലെ തന്നെ ബ്ലൂ. പിന്നെ IP66, 68, 69 തുടങ്ങിയ എല്ലാ റേറ്റിംഗും ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. സോ അത്യാവശ്യം ഡ്യൂറബിലിറ്റിക്കും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. അത്യാവശ്യം നല്ലൊരു ഫോണാണ്. ഈ ഫോണിന്റെ മെയിൻ ഘടകം ഇതിന്റെ ബാറ്ററി ആണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം പറയാം. 10,001 mAh ബാറ്ററി, ഒപ്പം തന്നെ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ഉൾപ്പെടുത്തിയിട്ട് ചാർജർ ബോക്സിൽ ഞാൻ കാണിച്ചു. സോ ഒരു 50% ഒക്കെ 36 മിനിറ്റ് കൊണ്ട് തന്നെ ചാർജ് ആകും എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. പിന്നെ വേണമെങ്കിൽ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു പവർ ബാങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. 27 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ മറ്റ് ഫോണോ ഇയർബഡോ ഒക്കെ ചാർജ് ചെയ്യാം. ഇനി ഇതിന്റെ ഡ്യൂറബിലിറ്റിയാണ് മെയിൻ കാര്യം. അതായത് ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ഒരു പ്രോപ്പറായ ടെസ്റ്റ് ഇവരെങ്ങനെയാണ് അവരുടെ ഫാക്ടറിയിൽ ഡ്യൂറബിലിറ്റി ചെക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നേരിട്ട് ചൈനയിൽ അവരുടെ ഫാക്ടറിയിൽ പോയി നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് അവിടെ കൊടുക്കാൻ കണ്ടു നോക്കുക. ഒന്നാമത് സിലിക്കൺ കാർബൺ ആനോഡ് ടെക്നോളജി ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 8 വർഷത്തെ ബാറ്ററി ഹെൽത്ത് സ്റ്റാൻഡേർഡാണ് പറയുന്നത്. TUV റെയിൽനാൻഡ് 5 സ്റ്റാർ ബാറ്ററി സർട്ടിഫിക്കേഷനും വരുന്നുണ്ട്. അതായത് നമ്മൾ കണ്ടത് മാത്രമല്ല, റെയിൽനാൻഡ് സർട്ടിഫിക്കേഷൻ പോലുള്ള സർട്ടിഫിക്കേഷനുകളും ഈ ഫോണിനുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. ഒപ്പം തന്നെ 5 ലെയർ ബാറ്ററി സേഫ്റ്റി ആർക്കിടെക്ചർ വരുന്നു. സ്മാർട്ട് പവർ ഡിസ്കണക്ഷൻ പ്രൊട്ടക്ഷൻ വരുന്നു. സേഫ് യൂസേജ് 30 ഡിഗ്രിക്കും -30 ഡിഗ്രിക്കും 56 ഡിഗ്രിക്കും ഇടയിലുള്ള ടെമ്പറേച്ചറിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സേഫ്റ്റി മെഷറുകൾ പറയുന്നു. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴും അവരുടെ സർട്ടിഫിക്കേഷനുകൾ കാണുമ്പോഴും സംഗതി സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇനി ഉപയോഗിച്ച് നോക്കാം. എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 1-2 ആഴ്ചയുള്ളൂ. ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇനി നിങ്ങൾ പറയാ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം. സോ അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ബാറ്ററി. 2-3 ദിവസം കൊണ്ടു നടക്കാം. നല്ല ബാറ്ററി ലൈഫ്, ചാർജിങ് സ്പീഡ്, റിവേഴ്സ് ചാർജിങ്, എല്ലാ ഘടകങ്ങളും അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നന്നായിട്ട് ചെയ്തിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ മറ്റ് ഘടകങ്ങൾ ടക്കടക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം പെർഫോമൻസ്. നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. ഒന്നാമത് റിയൽമി UI 7 വന്നിട്ട് നൈസ് ആണ്. നമുക്കിവിടെ കാണാം, വളരെ സ്മൂത്ത് ആണ്. റീസെന്റ് ടാബ് ആയിക്കോട്ടെ, എല്ലാം വന്നിട്ട് നൈസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. Dimensity 7400 അൾട്രാ 5G പ്രോസറാണ് വരുന്നത്. 1,00,000 പുറത്തുള്ള ആൻഡ്രോയിഡ് സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹൈപ്പർ വിഷൻ AI ചിപ്പ് പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. BGMI ഒക്കെ ഞാൻ എടുത്ത് കളിച്ച് നോക്കി. 90 FPS ഗ്രാഫിക്സ് സെറ്റിംഗ്സ് നോക്കുമ്പോൾ എക്സ്ട്രീം പ്ലസ് നമുക്ക് 90 FPS സ്റ്റേബിൾ ആയ ഒരു ഗെയിമിംഗ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ വരച്ചാൽ ഗെയിമിങ്ങിന്റെ ഒരു ഏരിയ വരും. അതിനകത്ത് നമുക്ക് പല സംഭവങ്ങൾ ടേൺ ഓൺ ചെയ്യാൻ പറ്റും. അതായത് ഹൈപ്പർ മോഷൻ പോലുള്ള കാര്യങ്ങൾ, 144 FPS ഫീൽ കിട്ടും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ. ഒറിജിനൽ ക്വാളിറ്റി വേണോ, ഓൾവേസ് ഓൺ HDR വേണോ, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഹൈപ്പർ ക്ലാരിറ്റി 1.5K റെസൊല്യൂഷനിലേക്ക് ഗെയിമിനെ അപ്സ്കെയിൽ ചെയ്ത് കാണിക്കുന്ന പരിപാടി. പിന്നെ സ്മാർട്ട് അല്ലെങ്കിൽ അൾട്രാ ടച്ച് റെസ്പോൺസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. സോ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്. 4613 mm² എയർ ഫ്ലോ VC കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. 13,743 mm² എക്സ്ട്രാ ലാർജ് ഗ്രാഫൈറ്റ് ഏരിയ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.4 ഒക്കെ ഉണ്ട്. Wi-Fi 5 കൊടുത്തുള്ളൂ. Wi-Fi 6 എങ്കിലും കൊടുക്കാമായിരുന്നുള്ളത് എൻ്റെ ഒരു തോന്നലാണ്. സോ അതൊന്ന് മനസ്സിലാക്കിയിരുന്നു. ഇനി ഇതിന്റെ ഡിസ്പ്ലേ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെയാണ്. 6500 സ്പീക്ക് ബ്രൈറ്റ്നസ്, HDR10+ സപ്പോർട്ട്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, 1800 ഹൈ ബ്രൈറ്റ്നസ് മോഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. പെർഫോമൻസ് ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി നോക്കിയാൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല. അതൊരു പോരായ്മയായിട്ട് കരുതിക്കോളൂ. ക്വാളിറ്റി അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 400% വോളിയം, നമ്മൾ പ്ലസ് അടിക്കുമ്പോൾ മുകളിൽ 400% വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 400% വോളിയം, നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം മനസ്സിൽ വെക്കുക. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ക്യാമറ സാമ്പിൾസ് കണ്ടു നോക്കിക്കോ.
മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിന്റെ സോണി ക്യാമറ സെറ്റപ്പ് ആണ്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെയാണ് സെൽഫി ക്യാമറ, 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയൊക്കെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഇമേജുകൾ, നമുക്ക് പോർട്രേറ്റ് ഇമേജുകളും മറ്റുമൊക്കെ ഞാൻ പലയിടത്തും എടുത്തതാണ്. ഇത് ചൈനയിൽ പോയപ്പോൾ അവിടെ നിന്നാണ് ഇതിൻ്റെ ക്യാമറ സാമ്പിളൊക്കെ എടുത്തത്. എങ്ങനെയുണ്ടെന്ന് നോക്കുക, സ്ഥലത്തിനൊന്നും പ്രസക്തിയില്ല, ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളതിനാണ് പ്രസക്തി. 4K വീഡിയോ മെയിൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാം. 4K 30 FPS ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ 60 FPS ഇല്ല എന്നുള്ളതൊന്ന് അറിഞ്ഞിരുന്നോളൂ. എന്തായാലും അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ ക്യാമറ 4K വീഡിയോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ ഫുൾ HD വീഡിയോ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്, 4K ഇല്ല, അതും അറിഞ്ഞിരിക്കുക. അതിന്റെ ക്വാളിറ്റി ഫുൾ HDയുടെ ക്വാളിറ്റി ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഓവറോൾ ക്യാമറ സെറ്റപ്പ്. ഡീസൻ്റ് ആയ ഒരു ക്യാമറ എന്ന് പറയാം. ഇനി ഇതിൽ വേറെ AI ഫീച്ചേഴ്സ് ഒക്കെ നെക്സ്റ്റ് AI എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് AI സജസ്റ്റിന്റെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ AI റൈറ്റിംഗ് ടൂളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രാൻസ്ലേറ്റ് അറിയാലോ, AI ട്രാൻസ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ AI ക്യാമറയുടെ ക്വാളിറ്റി AI ആണ് കൂട്ടുന്നതെന്ന് പറയുന്നു. AI ഗെയിമിംഗ് കോച്ച്, അത് ചില ഗെയിമുകൾക്ക് ഗെയിമിംഗ് കോച്ച് സപ്പോർട്ട് ചെയ്യുന്നതിന് BGMI PUBG ഒക്കെ സപ്പോർട്ട് ചെയ്യും. AI സ്മാർട്ട് ലൂപ്പ് എനിക്ക് ഇത്തിരി വ്യത്യസ്തമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതായത് നമ്മളിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ സ്ക്രീൻഷോട്ടിനെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്ന് ഒരു റിങ് പൊന്തി വരും. ആ റിങ്ങിൽ നമുക്ക് പല വാട്സപ്പോ ഫേസ്ബുക്കോ ഒക്കെ നമുക്ക് തെളിഞ്ഞു വരും. അത് അതിലേക്ക് നമുക്ക് നേരിട്ട് ഫയൽ ഷെയർ ചെയ്യാം, നമ്മുടെ ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. ഞാനല്ല നമ്മളൊരു കോർണറിൽ പിടിക്കുകയാണെങ്കിൽ അടുത്തടുത്ത ഐക്കണുകൾ ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കും. നമുക്ക് ആവശ്യമുള്ള ആപ്പ് എത്തുമ്പോൾ അതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഗുണം. സംഭവം നന്നായിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. പിന്നെ സോഫ്റ്റ്വെയർ Realme UI 7 ആണ്, അറിയാമല്ലോ, പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സോ ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാ ഘടകങ്ങളും പറഞ്ഞു. ബാറ്ററി മോൺസ്റ്റർ എന്ന രീതിയിൽ തന്നെ പരിഗണിക്കാവുന്ന 10100 mAh ബാറ്ററിയുള്ള ഫോൺ. ബഡ്സ് ക്ലിപ്പിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയാണ്. ഇതാണ് സംഭവം. അതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് കണ്ടോ, ഈ ഒരു ഷേപ്പിലാണ് ഈ സംഭവിക്കുന്നത്. ഇത് നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക്, ഇങ്ങനെ ചെവിയുടെ ഉള്ളിലേക്ക് വെക്കേണ്ട, സൈഡിൽ നമുക്ക് കാതുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അവിടെ ഇരുന്നോളും, കണ്ടോ, നൈസായിട്ട് ഇരിക്കും. സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവില്ലെന്ന് സംശയമൊന്നും വേണ്ട, നല്ല ക്ലിയർ ആയിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് റിയൽമിയുടെ ആദ്യത്തെ ക്ലിപ്പാണ്, പക്ഷേ മറ്റ് ബ്രാൻഡുകൾക്ക് ഇഷ്ടം പോലെ ഇങ്ങനത്തെ ക്ലിപ്പുകൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉപയോഗിക്കുന്നത്, ബഡ്സ് ക്ലിപ്പ്. പിന്നെ കുടുംബകലഹം ഒഴിവാക്കാം. വീടിനകത്തൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഇത് മറ്റേ ഇയർബഡ് നമ്മൾ ചെവിലേക്ക് വെച്ച് നമ്മൾ പുറത്തുനിന്നൊന്നും കേൾക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ വീട്ടിലൊരു ചിലപ്പോൾ വിളിക്കുമ്പോൾ കേൾക്കില്ല, ചീത്ത കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ടേ. ഇവിടെ ഇത് ഭയങ്കര ആശ്വാസകരമാണ്. നമുക്ക് പുറത്തുനിന്നുള്ളവർ സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാം. അതിൻ്റെ കൂട്ടത്തിൽ പാട്ടൊരു മീഡിയം സൗണ്ടിൽ വെക്കുകയാണെങ്കിൽ അതും ആസ്വദിക്കും. 2-in-1 പർപ്പസ്. വേറെ ചെവിക്കും ബുദ്ധിമുട്ടില്ല, വളരെ ലൂസായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടിരിക്കും. 5.3 ഗ്രാമൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ, അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് തന്നെ നമ്മൾ മറന്നു പോകും, അത്രയും ലൈറ്റ് വെയിറ്റ് ആയ സംഭവം. 11 mm ഡുവൽ ഡ്രൈവർ സിസ്റ്റമാണ് വരുന്നത്. ഡയറക്ഷണൽ സൗണ്ട് ലീപ് ടെക്നോളജി എന്നാണ് പറയുന്നത്. ഇതിനകത്ത് ആ സൗണ്ട് പുറമെ വെച്ചിട്ടും അകത്തേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിൻ്റെ ആ ടെക്നോളജിയുടെ പേര് അങ്ങനെയാണ് പറയുന്നത്, റിയൽമി പറയുന്നത്. 3D സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡുവൽ ഡിവൈസ് കണക്ഷൻ വരുന്നുണ്ട്. 45 Mbs ലോ ലേറ്റൻസി. ടാപ്പ് കൺട്രോൾ ആണ്, നമുക്ക് പാട്ട് പൗസ് കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ടാപ്പ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യും. ഇനി ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 5999 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ബാങ്ക് ഓഫർ അടക്കം നോക്കിയാൽ 5499 രൂപയ്ക്ക് കിട്ടും. ഈ പ്രൈസിന് നല്ല ക്വാളിറ്റിയും ഉണ്ട്, കൺവീനിയൻസും ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ ഷെയർ ചെയ്യാം. അങ്ങനെയാണ് അപ്പോൾ ഈ ബഡ്സ് ക്ലിപ്പും റിയൽമി P4 പവറിനെയും കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. മൊത്തത്തിൽ രണ്ടായാലും ഗംഭീരമായിട്ടുണ്ട്. ഇതിൽ ചില പോരായ്മകൾ നമ്മൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, അത് കഴിച്ച് നിർത്തിയാൽ സംഭവം അടിപൊളി ഹെവി ബാറ്ററി ലൈഫ് തരുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ 25,999 രൂപയാണ് പ്രൈസ്. പക്ഷേ ബാങ്ക് ഓഫർ അടക്കം നോക്കിയാൽ 23,999 വരുന്നുള്ളൂ. 10,000 mAh ബാറ്ററിയുള്ള ഫോൺ 23,999 രൂപ. കുഴപ്പമില്ലാത്തൊരു ഡീലല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.